ഗുരുവായൂരിൽ നിന്ന് തിരുനാവായയിലേക്ക് റെയിൽവേ ട്രാക്ക് അനുവദിക്കുന്ന വിഷയം അനുഭാവപൂർവ്വം പരിഗണിക്കുമെന്ന് ബി.ജെ.പി. ദേശീയ നിർവാഹക സമിതി അംഗം പി.കെ. കൃഷ്ണദാസ്. ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷൻ സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അമൃത് ഭാരത് സ്റ്റേഷൻ സ്കീമിന്റെ ഭാഗമായി ആരംഭിച്ച പദ്ധതികൾ ഡിസംബറിനുള്ളിൽ പൂർത്തിയാക്കുമെന്നും യാത്രക്കാർക്കായി പുതിയ ഫുട് ഓവർ ബ്രിഡ്ജ് നിർമ്മിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഗുരുവായൂരിൽ നിന്നും തിരുനാവായയ്ക്കുള്ള പുതിയ റെയിൽവേ ട്രാക്ക് ഇത് ദീർഘകാലമായിട്ടുള്ള യാത്രക്കാരുടെയും അതുപോലെ ഭക്തജനങ്ങളുടെയും എല്ലാ വിവിധ സംഘടനകളുടെയും നിരന്തരമായിട്ടുള്ള നേരത്തെയുള്ള ആവശ്യമാണ്. അത് അനുഭാവപൂർവ്വം പരിഗണിക്കും എന്നുള്ളതാണ് റെയിൽവേ ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. അതിനെക്കുറിച്ച് കൂടുതൽ ചർച്ചകൾ റെയിൽവേ ഉന്നത തലത്തിലെ ഉന്നത ഉദ്യോഗസ്ഥന്മാരുമായിട്ട് നടത്തുന്നുണ്ട്. ഭാരതീയ ജനതാ പാർട്ടിയുടെ ജില്ലാ ഘടകവും മണ്ഡലം ഘടകവും ഇക്കാര്യത്തിൽ റെയിൽവേ മന്ത്രിയെ നേരത്തെ കണ്ടിട്ടുണ്ട്, വീണ്ടും അവർ കാണുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ വികസന പ്രവർത്തനങ്ങൾ അത് കൂടുതൽ ത്വരിതഗതിയിലാക്കാൻ വേണ്ടി ശ്രമം നടത്തുന്നുണ്ട്. ഈ ബി.ജെ.പിയുടെ ജില്ലാ മണ്ഡലം കമ്മിറ്റികൾ പുറമെ വിവിധ ആധ്യാത്മിക സംഘടനകൾ, സാംസ്കാരിക സംഘടനകൾ, രാഷ്ട്രീയ സംഘടനകൾ, അതുപോലെ ജനപ്രതിനിധികളെല്ലാം തന്നെ ഇത് കാര്യത്തിൽ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പം ബി.ജെ.പിയുടെ ജില്ലാ നേതൃത്വവും മണ്ഡല നേതൃത്വവും ഈ റെയിൽവേ മന്ത്രിയുമായി ഇക്കാര്യത്തിൽ ഒരു വട്ടം ചർച്ച നടത്തി കഴിഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങൾ ഇനി തുടർന്ന് അങ്ങോട്ടുണ്ടാവും. ബി.ജെ.പി. തൃശൂർ നോർത്ത് ജില്ലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സി. നിവേദിത സുബ്രഹ്മണ്യൻ, മണ്ഡലം പ്രസിഡന്റ് അനിൽ മഞ്ചറമ്പത്ത്, ജനറൽ സെക്രട്ടറി സുജയൻ മാമ്പുള്ളി, കൌൺസിലർമാരായ ശോഭ ഹരിനാരായണൻ, ജ്യോതി രവീന്ദ്രനാഥ്, മണ്ഡലം വൈസ് പ്രസിഡന്റ് മനീഷ് കുളങ്ങര തുടങ്ങിയവർ ഒപ്പമുണ്ടായിരുന്നു. ഗുരുവായൂർ നഗരസഭാ കൌൺസിലർമാരായ ശോഭ ഹരിനാരായണൻ, ജ്യോതി രവീന്ദ്രനാഥ്, മണ്ഡലം വൈസ് പ്രസിഡന്റ് മനീഷ് കുളങ്ങര തുടങ്ങിയവർ ഒപ്പമുണ്ടായിരുന്നു.